ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. എന്ത് നല്ല സുഖം, വിയർത്തൊഴുകുന്നല്ലേ. മുറ്റത്തടുപ്പിൽ എൻ്റെ മൂട്ടിലിരിക്കുകയാണ്. അരി വാർത്തിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ തന്നെ ഇരുന്നങ്ങ് വേവിക്കാമെന്ന്. പക്ഷേ വെയിലെന്ന് പറഞ്ഞാൽ വെയിലിൻ്റെ ശക്തി കണ്ടിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ഉയരായ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഇവിടെ ഞാൻ അടുപ്പ് കൂട്ടിയിട്ടുണ്ടല്ലോ മുമ്പേ. 2 വീട്ടിലും പുകയില്ലാത്ത അടുപ്പുണ്ട്. പക്ഷേ ഇതിലാകുമ്പോൾ നമുക്ക് എല്ലാം വാരിയിട്ടൊക്കെ ഇരിക്കാം. അങ്ങനെ ഞാൻ തേങ്ങ വറുക്കാനായിട്ട് ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഇരുമ്പ് ചട്ടി ചൂടായി. അപ്പം നമുക്ക് പറ്റുന്ന കണക്കൊക്കെ പിടിക്കാം. ഇവിടെ ഇരുന്നായതുകൊണ്ട് അകത്ത് പിടിക്കുന്ന കണക്ക് ക്ലിയർ കിട്ടില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന കണക്ക് പിടിക്കാം. വീഡിയോയിലേക്ക് പോയാലോ. ചുമന്ന് തുടങ്ങി. വേറെ കളറായിട്ട് തോന്നുന്നില്ലേ, വെയിലായതുകൊണ്ട്. ഇനി നമുക്ക് പൊടിയിടാം. അപ്പം നമുക്ക് മീൻകറി തയ്യാറാക്കാനായിട്ട് ഞാൻ തേങ്ങ വറുത്ത്, ഇനി കറിയും കൂടെ അവിടെ നിന്ന് വെച്ചാൽ ശരിയാവില്ല. ഭയങ്കര വെയിലും ചൂടും. അത് നമ്മൾ പൊങ്കാലയിട്ടപ്പോൾ കണക്ക് ഭയങ്കര ചൂടായി. അപ്പം ഞാൻ തേങ്ങ വറുത്ത് ഇനി അകത്ത് കൊണ്ടുവന്നു. അരി ഊറ്റി അടപ്പിലിട്ടിരിക്കുന്നു. അത് ഇറക്കി വെച്ചില്ല, അല്ലെങ്കിൽ അത് ഇനി അവിടെ നിന്ന് ഞെങ്ങി ഇതായി പോവും. ആ ചോറങ്ങ് ഇറക്കി പോയി, ഇത് തന്നെ വെന്തുപോയി. അപ്പം ഞാൻ മീൻകറി അടുപ്പിലേക്ക് വയ്ക്കാൻ ഇത്തിരി പൊടിപ്പാത്രം എടുത്ത് തരുമോ? അപ്പം നമുക്ക് കടുക് ഇടാം. എണ്ണ ചൂടായി കഴിഞ്ഞു. മുളകിട്ടു. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം, 2 മുരിങ്ങക്കായ കഷ്ണമുണ്ട്, എല്ലാം ഇട്ടു. എല്ലാം കൂടെ ഒത്തി ഞാനും ഇട്ടു. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി അതിലേക്കിടാം.
അപ്പം എങ്ങനെയൊന്ന് ഓണാക്കണമെന്ന് എനിക്കറിഞ്ഞൂടേ. അണ്ണാ ഇങ്ങോട്ട് വന്നാണ്. സ്വിച്ചിടാതെ പിന്നെ അത് ഓണാക്കിയാൽ ഓണാവുമോ? അപ്പം ഇനി നമുക്കതിലേക്ക് നമ്മുടെ മീനിടാം. അപ്പോൾ ഇതിലിട്ടേക്ക് വന്നിട്ട് ഇളക്കുമ്പം ആ കടുവറുത്ത ഉള്ളിയിലേക്ക് വെച്ച് ഇളക്കുമ്പോൾ അതൊന്ന് വേറെ പല രീതിക്ക് നമുക്ക് വയ്ക്കാം. ഇത് നമുക്ക് ഇടാം. കല്ലേയും കൂടി ഇട്ടപ്പോൾ ഇളക്കാൻ പറ്റുന്നില്ല. ആ ഒരു തടിച്ചട്ട് പോഞ്ഞെടുത്ത് തന്നാണ് അവിടെ ഇരിപ്പുണ്ട്. തടി ഇല്ല, ഇളക്കുന്ന തടി. ഞാൻ ഇളക്കിയിട്ട് അവിടെ കൊണ്ടുവച്ചത്. ഒരു പൊടി പറ്റിയതേ. പൊടി പറ്റിയത്. അതായാലും മതി. അപ്പം ഇനി നമുക്ക് വറുത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് കണ്ടോ, ഞാൻ വറുത്ത് അരച്ച് വെച്ചിരിക്കുകയാണ്. അമ്പലത്തിൽ ഇന്നലെ കൊടുമുടി അമ്പലത്തിൽ ഇന്നലെ പോയി നമുക്ക് ആനയെഴുന്നള്ളത്തൊക്കെ കണ്ടിട്ടാണെങ്കിൽ വരാൻ പറ്റില്ല. പക്ഷേ നമുക്ക് 2 ആനയുടെ ഇത് നമുക്ക് കാണാൻ പറ്റി. ഒരാന കൊടുമുടി അമ്പലത്തിലോട്ട് പോകാനുള്ള ഇതിലോട്ട് തിരിയുന്നതായി. പിന്നെ ഒരാനേനെ നമുക്ക് നല്ലതുപോലെ കാണാൻ പറ്റി. കുളമുടയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ദൈവമായിട്ട് നമുക്ക് കാണിച്ചു തന്നതാണ്. ഭഗവാൻ മിനിയാന്ന് നമ്മൾ കടയ്ക്കമ്പലത്തിലും ഒരു ദിവസം നമ്മൾ പോയി തൊഴുതു, ലൈറ്റൊക്കെ കണ്ടു. തോന അരപ്പുള്ളത് കൊണ്ട് നമുക്ക് കറി ഇത് കൂടുതലായിട്ട് അങ്ങ് ഇതാക്കിയതാണ്. നമുക്ക് 2 ദിവസം മീനിൻ്റെ വിലയൊക്കെ കേട്ടാൽ ഇടം വിട്ടുപോകും. നമ്മൾ എന്നും 50 രൂപയുടെ മീൻ തന്നെയാണ് മേടിക്കുന്നത്. ഇത് പിന്നെ ഇത് കണ്ടപ്പോൾ അങ്ങ് ഇഷ്ടതാണ്. ഇവിടെ ഒരു മീൻ കൊതിയൻ ചെറുക്കമുണ്ട്, കുട്ടൂസ് മോൻ. അവന് ചോറ് കൊണ്ടുപോകാൻ സമയത്ത് ഒരു കഷ്ണം മീനില്ലെങ്കിൽ വലിയ പാടാണ്. വൈകിട്ട് വരുമ്പോൾ ടിഫിൻ ബോക്സിൽ ഉച്ചയ്ക്ക് കൊണ്ടുപോയ ചോറ് അതുപോലെ ഇരിക്കും. അങ്ങനെയാണ് കുട്ടൂസ് മോൻ. അപ്പം കറിയൊക്കെ ഒഴിച്ചു, വെള്ളമൊക്കെ ചേർത്തു. ഇനി അതവിടെ കിടന്ന് നല്ലതുപോലെ വെന്ത് നമ്മുടെ ഇവിടെ ഇരിക്കുകയല്ലേ, രണ്ടും കൂടി അതിലേക്കിട്ട്
നല്ലപോലെ കിടന്ന് വെന്ത് നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വരട്ടെ. നല്ല നല്ല ചൂരയായിരുന്നു കേട്ടോ. എൻ്റെ മോന് വറുത്തരച്ച മീൻ കറി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എപ്പോഴും പറയും, ഇപ്പോൾ വറുത്തരച്ച മീനൊന്നും കറി വെച്ചാൽ പഴയ ടേസ്റ്റ് കിട്ടുന്നില്ല. അത് ശരി തന്നെയാണ്. പണ്ട് മീനൊക്കെ വറുത്തരച്ച് കറി വെച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം എല്ലാം അപ്പം നമുക്ക് ഇതിനെ അങ്ങ് അടച്ചിടാം. ഇവിടേക്ക് അങ്ങ് തുടച്ച് എന്നിട്ടത് കറി അങ്ങ് അടച്ചിടാം നമുക്ക്. അപ്പോൾ അടുത്തത് ഞാൻ ചക്ക അവിയൽ വയ്ക്കാനായിട്ട്. ചക്കയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, നമുക്ക് ചക്ക വിരിഞ്ഞ് വരണതേ ഉള്ളൂ. ഇന്നൊരു എന്തായാലും മീനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് അപ്പുറത്തുനിന്ന് ചക്ക തന്നു, അത് ചക്ക അവിയലും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരിഞ്ഞെടുക്കട്ടെ.
നമ്മുടെ ചക്കയവിയൽ, സൂപ്പർ ചക്കയവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മീൻകറി നെയ്യൊക്കെ തെളിഞ്ഞോ നമുക്ക് നോക്കാം. കണ്ടോ, നമ്മുടെ മീൻകറിയും നല്ല അടിപൊളി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി ഇട്ടിരുന്നാൽ മൂട്ടിപ്പിടിക്കും. അപ്പം നമ്മുടെ അടിപൊളി വറുത്തരച്ച മീൻകറി. പണ്ട് നമ്മൾ മീൻകറി വറുത്തരച്ച് വെച്ചാൽ നല്ല, ഇതിപ്പം ഇതിൻ്റെ വെട്ടം കൂടെ കൊണ്ടാണ് നല്ല കറുകറായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ വറുത്തരച്ച മീൻകറിയും സൂപ്പർ ചക്കയവിയലും, ഇതിൻ്റെയൊക്കെ കളറ് ഈ വെട്ടം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ സൂപ്പർ ചക്കയവിയലും നമ്മുടെ വറുത്തരച്ച മീൻകറിയും റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരിക. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് കൂടെ തന്നാൽ വളരെ ഉപകാരം. പിന്നെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒന്ന് സഹായിക്കുക. കാര്യം ഇതുവരെയും എനിക്ക് വ്യൂസ്, നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2-3 വർഷമായി. ഇതുവരെ ഇതിൽ നിന്ന് നമുക്ക് കരകയറി വരാനായിട്ടുള്ളൊരിത് പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഇതാക്കുക. അപ്പോൾ എല്ലാ ദിവസവും പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ വൈകിട്ട് 6 മണിക്ക് ലൈവ് ഇടുന്നതാണ്. പിന്നെ ഒരുപാട് പേര് Q&A ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. Q&A ചെയ്യണമെന്ന് ലൈവിൽ വന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിന് മുമ്പേ എൻ്റെ അടുത്ത് പല കാര്യങ്ങൾ പലപ്പോഴായിട്ട് ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് നമുക്കൊന്ന് 6 മണിക്ക് അതിനുള്ള ആൻസർ നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. അപ്പോൾ മറക്കാതെ നമുക്ക് കാണാം. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ.